സാധാരണ ഭാര്യയുടെ ആഗ്രഹങ്ങൾ ഭർത്താവ് സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ പറയാറ്. ഇവിടെ ഇപ്പൊ എന്റെ ആഗ്രഹം ഞാൻ ശ്യാമയെ കൊണ്ട് സാധിപ്പിക്കുക. ശ്യാമയെ ഞാൻ ഒരു മഹാഗായികയാക്കും. ഭഗവാനെ കൃഷ്ണ, ഞാനൊരു തെറ്റ് ചെയ്തതായി ആ സന്യാസിയുടെ വാക്കിൽ നിന്ന് എനിക്ക് തോന്നി. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. അത് തിരുത്താനുള്ള അവസരം നീ എനിക്കൊരുക്കി തരണേ കണ്ണ. ഞാൻ അരുന്ധതി മാഡത്തിനോട് പാടാന്ന് വാക്ക് കൊടുത്തിട്ട് ഇപ്പൊ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ദോഷമുണ്ടാക്കിയോ? അത് തെറ്റാണോ ഭഗവാനെ? ആ സ്ത്രീ ഒരുപാട് ദുഷ്ടതരമുള്ള ആളാ. അതാ ഞാൻ അകന്നു നിൽക്കുന്നത്. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഞാൻ തെറ്റാണ് ചെയ്തതെങ്കിൽ വിസ്മയ്ക്ക് വേണ്ടി ഞാൻ പാടിക്കോളാം. പാടിക്കൊള്ളാന്നോ? ആർക്കു വേണ്ടി പാടിക്കൊള്ളാന്നാ നീ പറഞ്ഞത്? അത് നീ പാടുവോ? അമൃതെടുത്ത് വെറുതെ തെറ്റിദ്ധരിച്ചതാ. അപ്പോ നീ ഇപ്പൊ പാടുവെന്ന് പറഞ്ഞതോ? അത് ഞാൻ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞതാ. ഭഗവാന് വേണ്ടി ഞാൻ സ്തുതി പാടിക്കൊള്ളാന്ന്. അങ്ങനെയാണോ? ആ അതെ, അങ്ങനെയാ. നീ ഇനി വാ, എനിക്ക് നിന്നോട് വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനുണ്ട്. എന്താ എടുത്തേ? വാ, ഞാൻ പറയാം. പഠിത്തമൊക്കെ ഏതുവരെയായി? അമേരിക്കൻ പ്രസിഡന്റ് ആവാനുള്ള പഠിപ്പൊക്കെ ആയോ? അമൃതെടുത്ത് എന്താ അങ്ങനെ ചോദിച്ചേ? പിന്നെ എങ്ങനെ ചോദിക്കണം? ആ വന്ദന നിന്നെ ഒരു വരി പോലും പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശ്യാമ, ഞാനാണെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ജീവിക്കുന്നത്. നിനക്കെങ്കിലും സമാധാനമുള്ളൊരു ജീവിതം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ അമൃതെടുത്തി? എന്താ കാര്യം? അന്ന് ഐശ്വര്യ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. നിനക്ക് ട്യൂഷൻ വെച്ചതിന്റെ ദേഷ്യമാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഐശ്വര്യ പറഞ്ഞത് കള്ളമല്ലെന്ന്. ഈ വന്ദന മറ്റെന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാ വന്നിരിക്കുന്നത്. അമൃതെടുത്തി, ചില കാര്യങ്ങളിൽ എനിക്കും ടീച്ചറെ സംശയമായിരുന്നു. പക്ഷെ ടീച്ചർ ഒരു പാവാ. അഖിൽ സാറിന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നതാ. പഴയ കൂട്ടുകാരല്ലേ. ലോകത്ത് മറ്റാരെയും സ്വാധീനിക്കാം, പക്ഷെ അഖിൽ സാറിനെ സ്വാധീനിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെയൊക്കെ തന്നെയാ ഞാനും കരുതിയിരുന്നെ. ഒരു പെണ്ണിന് ലോകത്ത് ആരെ വേണമെങ്കിലും സ്വാധീനിക്കാം, പക്ഷെ എന്റെ ആദ്യേട്ടനെ സ്വാധീനിക്കാൻ പറ്റില്ല എന്ന്. അതിന് ആദ്യം ആര് സ്വാധീനിച്ചു? ഒക്കെ അമൃതെടുത്തിട്ട് തോന്നല. ഇനി ഞാനങ്ങോട്ട് ചെന്ന് ആ രംഗം ഒന്ന് കൊഴിപ്പിക്കാം. ആ അമൃത എന്നെ തല്ലോന്ന പേടി. ഓ, തല്ലിയില്ലെങ്കിൽ തല്ലിക്കണം, എന്നാലേ രംഗം കൊഴുക്കൂ. ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഒക്കെ അനുഭവിച്ചോ. ഇടി മണ്ടി, താലി ദിവ്യമാണ്, താലി കെട്ടുന്ന ആള് ദൈവമാണ്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന എന്നെയും നിന്നെയും പോലുള്ള പെണ്ണുങ്ങളാ ഈ ലോകത്ത് കണ്ണീര് കുടിക്കുന്നെ. ഇത് ഞാൻ വായിച്ചറിഞ്ഞതല്ല ശ്യാമേ, ആരും പറഞ്ഞു കേട്ടതുമല്ല. അനുഭവിച്ചറിഞ്ഞത്. എടുത്തി വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാ. എന്താ മതി. എന്താ ഒരു തർക്കം പോലെ? അതെ, തർക്കം പോലെയല്ല, തർക്കം തന്നെയാ. ഇവളുടെ ജീവിതേ ഒരാൾ ഇല്ലാതാക്കാൻ നോക്കുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു മുന്നറിയിപ്പ് കൊടുത്തതാ. ഇല്ല, ഒന്നുമില്ല ടീച്ചറെ. അമൃതെടുത്തി, വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? ശ്യാമേ, നിനക്കെന്നെ ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞയക്കാനുള്ള വെപ്രാളാണെന്ന് എനിക്കറിയാം. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയോന്ന് പറയും. ഇതിപ്പോ നീ കൊണ്ടാലും അറിയുന്നില്ല. ആരെയോ കൊള്ളിച്ചാണല്ലോ പറയുന്നത്. ആരെയോ അല്ല, ഇയാളെ തന്നെയാ. ഒന്നുമില്ല ടീച്ചറെ.
ഞാൻ പഠിക്കാൻ വരുവാ. ടീച്ചർ അങ്ങോട്ടേക്ക് ചെല്ലേ. അങ്ങനെയല്ല, അതൊന്ന് ക്ലിയർ ചെയ്യണമല്ലോ. ടീച്ചർ എനിക്കറിയണം എന്നെ കുറിച്ച് എന്താ ഉദ്ദേശിച്ചതെന്ന്. ഉത്തരപത്രം വാങ്ങി വന്നാ മതി. ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയണം പോലും. ശ്യാമേ, നിന്റെ കാര്യം പോക്കാം. ആ, അങ്ങനെ അങ്ങ് പോയാലോ? കൈന്ന് വിട്. ടീച്ചറെ പ്ലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. അമൃതേടത്തി വേണ്ട. എന്റെ ക്യാരക്ടറിനെ അവഹേളിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ശ്ശോ. ശ്ശോ. കൂടി നിക്ക്. അയ്യോ. നിക്കാൻ. വേണ്ട ടീച്ചറെ. കൈന്ന് വിടറി. എന്ത് ഉദ്ദേശത്തിലാ അത് പറഞ്ഞതെന്ന് എനിക്ക് അറിയണം. എനിക്കത് അറിയണം. വിട് ഐശ്വര്യ. പറഞ്ഞിട്ട് പോയാ മതി. എന്താ ഉദ്ദേശിച്ചത്? എന്താ ഇത്? എന്താ കാര്യം? നീ ഇവളോട് തന്നെ ചോദിക്കും, ഇവള് പറഞ്ഞു തരും. എന്റെ പൊന്ന അമൃതേടത്തി, ഞാൻ ജീവിച്ച് പൊയ്ക്കോട്ടെ. ഞാൻ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ആസ്ഥാന അഹങ്കാരിയാണല്ലോ. എന്തേലുണ്ടെങ്കിൽ അമൃതേടത്തിയോട് പറഞ്ഞോളാം. അതിനപ്പുറം നമുക്ക് വയ്യേ. പിടിശ്യാമേ. തന്റെ ഏട്ടത്തിമാര് രണ്ടുപേരും ബെസ്റ്റ് പാർട്ടികളാണല്ലോ. എങ്ങനെ സഹിക്കുന്നടോ? ആര് പറയുന്നതാ ശരി? ഒന്നും പഠിക്കാനും തോന്നുന്നില്ല. അമൃതയെടുത്ത് പറയുന്നത് നേരായിരിക്കോ? ഇല്ല, അഖിൽ സാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ വഴക്ക് സാറിനെ അറിയിക്കുകയും വേണ്ട. അഖിൽ ഇതുവരെ എത്താറായില്ലേ? വന്ദനെ, ദേവൻ വരുന്നുണ്ട്. അപ്പൊ തകർത്തോളേ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഏറ്റു. പൊയ്ക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊയ്ക്കോ. വന്ദന. ഹായ് അഖിൽ. ആ, തന്റെ സ്റ്റുഡന്റ് എവിടെ? സ്റ്റുഡന്റിനെ കണ്ടില്ല, അതുകൊണ്ട് വിളിക്കാൻ വേണ്ടി വന്നതാ. ആ, ക്ലാസ് ഒന്ന് സജീവമാക്കാനുണ്ട്. ഓ, ആളിനെ ജയിപ്പിച്ചു തരണം കേട്ടോ. കൊള്ളാം, അത് പറയണോ? എന്നാ ശരി, ശ്യാമ വരുമ്പോ താഴേക്ക് വരാൻ പറയണം. ആ, ഓക്കെ. ആ. ഏയ്, എന്തു പറ്റി? എനിക്ക് തല കറങ്ങുന്നത് പോലെ ഉച്ച മുതൽ തുടങ്ങിയതാ. എന്നാ താൻ ഡ്രസ് എടുക്ക. അയ്യോ അഖിലെ, എനിക്ക് ഒട്ടും വയ്യ. അഖിൽ, എന്നെ ഒന്ന് റൂമിലാക്കാവോ? എനിക്ക് ഒട്ടും വയ്യ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ് അഖിൽ. ശരി, വാ. വന്ദന, വയ്യ. വാ, ഇരിക്ക്. എന്താ? വാ, നോക്കി. അഖിലെ, തണുത്തിട്ട് കൈയും കാലും ഒക്കെ കോച്ചി വലിക്കുന്ന പോലെ. കണ്ടോ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായോ? അഖിലിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊന്ന് മസാജ് ചെയ്ത് തരുമോ? അല്ലെങ്കിൽ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ? അഖിലെ, എന്റെ കാലൊക്കെ മരവിക്കുന്നു. അയ്യോ, എന്റെ കാല് മരവിക്കുന്നു. അവൾ എന്തോ അഖിലിനോട് പറയുന്നുണ്ടല്ലോ. എനിക്ക്
അയ്യോ 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 എനിക്ക് വയ്യേ ഒന്നുമില്ല. എനിക്ക് വയ്യേ. വന്ദന, വൃത്തികെട്ടവൻ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അമൃതേടത്തി, ഇത്തരം സന്ദർഭങ്ങളിലെ മൂന്നാമതൊരാൾ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. അവര് ചിലപ്പോ കൊന്നുകളയും. അതുമല്ല, നമ്മുടെ നിയമങ്ങളൊക്കെ ഇതിനനുകൂലമല്ലേ. കല്യാണം കഴിച്ചവർക്കും ആരോടൊപ്പവും സൗഹൃദമാവാലോ. എന്റെ കൈയൊക്കെ മരവിക്കുന്നു. അയ്യോ. ആ മരമണ്ടി ശ്യാമ ഇതൊന്നും കാണുന്നില്ലല്ലോ. അവളോട് ഞാൻ സൂചിപ്പിച്ചതാ. അവളുടെ പൂജയും ഭക്തിയും അനുഭവിക്കട്ടെ. എന്തായാലും അമൃതേടത്തി കണ്ടല്ലോ, എനിക്കത് മതി. നാളെ എല്ലാത്തിനും ഒരു സാക്ഷിയുണ്ടല്ലോ. ഞാൻ പറഞ്ഞാ പറയും എനിക്ക് ശ്യാമയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന്. വൃത്തികെട്ട ജന്മങ്ങൾ. അമൃതേടത്തിയും കൂടെ കണ്ടതുകൊണ്ട് എനിക്കിനി ഒരു ബലമായി. അഖിലേ, ഇപ്പൊ ഞാൻ ഓക്കെ ആയെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു ഉന്മേഷമൊക്കെ കിട്ടുന്നുണ്ട്. പെയിനും ബുദ്ധിമുട്ടൊക്കെ മാറിയല്ലോ അല്ലേ? അഖിലിന്റെ വിരല് തൊട്ടാ വേദനയൊക്കെ പമ്പ കിടക്കില്ലേ? ശരി, എന്നാ ഞാൻ പൊക്കോട്ടെ. സർ, ആള് ഭയങ്കര ഹാപ്പിയാണല്ലോ. ഞാനല്ലെങ്കിൽ ഹാപ്പി അല്ലേ സർ? ഉം. ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയി ഒരു സന്യാസിയെ കണ്ടു. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ, എന്തായാലും ഇപ്പോ മനസ്സിന്റെ ഒരു ഭാരം അങ്ങ് മാറി. മനസ്സിന്റെ ഭാരോ? തനിക്കെന്താ മനസ്സിൽ ഇത്ര ഭാരം? ആം, ഒന്നുമില്ല. മനസ്സിന്റെ ഭാരത്തിന് സാറ് തന്നെയാ കാരണം. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അത് സാറ് മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതൊക്കെ കാണുമ്പോ എനിക്ക് ദേഷ്യം വരിക. എനിക്കറിയാം സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ചില സമയത്ത് വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓർത്തു പോവാ. വന്ദന തലകറങ്ങി വീണതും ഞാൻ പിടിച്ച് കട്ടിലിൽ കിടത്തിയതൊക്കെ പറയണോ? വേണ്ട. പാവം വല്ലാണ്ട് സന്തോഷിച്ച് നിൽക്കുക. ആ സന്തോഷം ഇല്ലാതാക്കണ്ട. പിന്നെ എപ്പോഴെങ്കിലും പറയാം. സാർ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ആഹാ, സ്റ്റുഡന്റിനെ അന്വേഷിച്ച് ടീച്ചർ വന്നിരിക്കുന്നു. ആ, വന്നേ. കൊച്ചു വർത്താനമൊക്കെ പിന്നീട്. ആദ്യം പഠിത്തം. ശ്യാമ പൊയ്ക്കോ, മത്സരത്തിന്റെ ദിവസം അടുത്തൂര് ചെന്ന് പഠിക്കേ. ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നു. ആ അഖിൽ, ഇന്ന് നമ്മുടെ അശ്വിൻ വിളിച്ചിരുന്നു. ഏത് അശ്വിൻ? ആഹാ, അശ്വിനെ മറന്നോ? കോളേജിലെ അഖിലിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. ആ അശ്വിൻ. അയാളെ ഞാൻ മറന്നിരിക്കായിരുന്നു. അഖിലിനോട് ഞാൻ കമ്പനി ആവുന്നത് അശ്വിന് ഇഷ്ടമായിരുന്നില്ലല്ലോ. ഞാൻ അവന്റെ ഫ്രണ്ട് ആവണമെന്നായിരുന്നല്ലോ അവൻ എപ്പോഴും പറഞ്ഞിരുന്നേ. ആ കഥകളൊക്കെ എനിക്കറിയില്ലേ? ആ, ഓ, ഭാര്യ നിൽക്കുകയല്ലേ, അപ്പൊ പിന്നെ ഒന്നും ഓർമ്മ കാണില്ല.
ആ ശ്യാമേ, നമുക്ക് പഠിക്കാം. വാ, വന്നേ, കം കം. ഞാനിപ്പോ വന്നോളാം. ടീച്ചർ ചെല്ല. എന്താടോ പെട്ടെന്ന് ഡള്ളായേ? എടോ, വന്ദന പറയുന്നതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ പഠിക്കാൻ പോട്ടെ സാർ. ശ്യാമേ, ശ്യാം, ആ ശ്യാമേ, വാ, ഇവിടെ ഇരിക്കെ. എന്താ ശ്യാമേ ആകെ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്തൊന്നുമില്ലെന്ന് മുഖം കണ്ടാ അറിയാലോ. ആകെ വാടിയിരിക്കുന്നു. കാര്യം പറ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ശ്യാമ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാട്ടോ. അല്ല, എങ്ങോട്ട് പോകുന്നു? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. അല്ല, ഉടൻ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. എന്നിട്ടിപ്പോ ടീച്ചർ എവിടെ പോവാ? ഞാൻ പറഞ്ഞില്ലേ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് മതി. ദേ ഇപ്പൊ വരാം. താൻ ഇവിടെ തന്നെ ഇരിക്കും. ആഹാ, നീ ഇവിടെ ഇരിക്കാണോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ? എന്ത് കാര്യങ്ങള്? ഇല്ലേ, ഞാനൊന്നും പറയുന്നില്ല. നീ നിന്റെ അമൃതേടത്തിയോട് ചോദിച്ചു നോക്കിയാ മതി. അമൃതേടത്തി പറയും. അതിരിക്കട്ടെ, നിന്നെ ഇവിടെ ആക്കിയിട്ട് നിന്റെ ടീച്ചർ എവിടെ പോയി? അറിയില്ല. ആ, അറിയണ്ട. അഖിലിനെ കാണാനായിരിക്കും പോയത്. നീ ഇവിടെയാണല്ലോ. അപ്പൊ പിന്നെ അവർക്ക് സൗകര്യമായിട്ട് സംസാരിക്കാലോ. എന്റെ കൃഷ്ണ ഭഗവാനെ, ശ്യാമ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാലോ. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തരുതേ. ആഹാ, ഭാര്യ പോലെ ഭർത്താവിനും വലിയ ഭക്തിയാണല്ലോ. ശ്യാമയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. അല്ല, ശ്യാമയിൽ നിന്ന് കിട്ടിയ ഭക്തിയാ. ആ, ശ്യാമ അവിടെ ഇല്ലേ? പഠിപ്പിക്കാൻ തുടങ്ങിയില്ലേ? അല്ല, തലചുറ്റി വീണപ്പോ എന്നെ സഹായിച്ചല്ലോ. അതിന് ഞാനൊരു നന്ദി പറഞ്ഞില്ല. നന്ദി അറിയിക്കാൻ വേണ്ടി വന്നതാ.